ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. ഇന്ന് നമ്മളൊരു ഔട്ട്ഡോർ വ്ളോഗാണ് കേട്ടോ പോകുന്നത്. ചെറിയൊരു ഷോപ്പിംഗ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ UAE-യിലും മാർക്കറ്റുകളുണ്ട്. ഫിഷ് മാർക്കറ്റുണ്ട്, മീറ്റ് മാർക്കറ്റുണ്ട്. പിന്നെ ഇവിടെ നമ്മളിന്ന് പോകുന്നത് വെജിറ്റബിൾ മാർക്കറ്റാണ്. അവിടുത്തെ ചെറിയ ചില കാഴ്ചകളും ഒക്കെ ആയിട്ട് രാത്രിയാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. പ്രത്യേകിച്ച് റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ രാത്രി കാലഘട്ടങ്ങളിലാണ് ഇവിടെ ഷോപ്പിംഗ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി വിശേഷം മാർക്കറ്റിൽ പോയിട്ട് കാണിക്കാം. വാ. അപ്പം നമ്മൾ അബുദാബിയിലെ വെജിറ്റബിൾ മാർക്കറ്റിലെത്തിയിട്ടുണ്ട്. മാസ്ക് ഒക്കെ വെച്ച് സെറ്റായി. കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പാലിക്കണം. ഇല്ലാത്ത പക്ഷം ഭയങ്കര ഫൈനാണ്. അപ്പം നമ്മളിനി വെജിറ്റബിൾ വാങ്ങിക്കാൻ പോകുന്ന ഒരു ഷോപ്പുണ്ട്, എമിറേറ്റ്സ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്, കടകളുണ്ട്. പിന്നെ ഇവിടെ ലോഡൊക്കെ വരുന്ന കണ്ടോ, ഇവിടെ ഈ വലിയ വലിയ വണ്ടികൾ ദുബൈയിൽ നിന്നാണ് വെജിറ്റബിളിൻ്റെ ലോഡൊക്കെ വരുന്നത്. രാത്രി നേരത്താണ് ഇവിടെ ലോഡ് മിക്കവാറും വരുന്നത്. 24 hours ആണ് കേട്ടോ ഈ വെജിറ്റബിൾ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ എടുക്കുന്ന കടയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിനകത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗോഡൗൺ ഉണ്ട് അപ്പുറത്ത്. ഗോഡൗണിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ എടുക്കും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞു മുഹമ്മദിക്കായാണ്. ഒന്ന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ നാട് എവിടെ? തിരൂര്. അപ്പം മലപ്പുറം ജില്ല തിരൂരാണ്. അപ്പോൾ ഇനി നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കട്ടെ കേട്ടോ. പർച്ചേസ് ചെയ്തിട്ട് സാധനങ്ങൾ ഇത് കഴിഞ്ഞ് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അത്യാവശ്യം പലവ്യഞ്ജന സാധനങ്ങളും കിട്ടും. വെജിറ്റബിൾസ് ആ ഏരിയയിലാണ്, പലവ്യഞ്ജന സാധനങ്ങൾ ഇവിടെയാണ്. ഞാൻ എടുക്കുന്ന വെളിച്ചെണ്ണ ഇതാണ് കേട്ടോ. ഇവിടുന്ന് മലബാറിയുടെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ വളരെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി കുറച്ച് പൊടികളും സംഭവങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാനതൊക്കെ എടുക്കട്ടെ കേട്ടോ. ബോക്സാണ് നമ്മൾ പഴുത്തുന്നുണ്ടോ നോക്കുന്നത്. അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഗോഡൗണിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മാസ്ക് താഴ്ത്താം. ഗോഡൗണിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് വന്നേക്കാം. നല്ല തണുപ്പാട്ടോ. അവിടെ അതിൻ്റെയൊക്കെ ഫ്രീസറൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ശബ്ദമാണ്. നല്ല തണുപ്പിട്ട് ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാം. എടുക്കുന്നത് നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് അവിടെ കൊണ്ട് വെക്കട്ടെ. ഞാൻ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല നാടുകളിൽ നിന്നുള്ള ഫ്രൂട്ട്സാണ് ഇവിടെ വരുന്നത്. യമൻ്റെ മാംഗോ വരുന്നുണ്ട്, ഇന്ത്യൻ ഫ്രൂട്ട്സ് വരുന്നുണ്ട്. പിന്നെ ഏതാ നൗഫലേ വരുന്നത് ആഫ്രിക്കയിൽ നിന്ന്. അപ്പോൾ ഒത്തിരി നാടുകളിൽ നിന്നുള്ള ഫ്രൂട്ട്സുകൾ ഇവിടെ കിട്ടും കേട്ടോ. നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇടപഴകുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്തുണ്ടെങ്കിലും എടുത്തു തരികയും ചെയ്യും. അപ്പോൾ ഇനി കുറച്ചുകൂടെയൊക്കെ സാധനങ്ങൾ എടുക്കാണ്ട് ഞാൻ എടുക്കട്ടെ.
മൊറോക്കൻ്റെ ഓറഞ്ചാണ് കേട്ടോ. നല്ല ഓറഞ്ചാണ്, വളരെ സ്വീറ്റാണ്. കുരുവില്ലാത്ത ഓറഞ്ചിൽ കുരുവില്ലാത്ത ഓറഞ്ചാണ്, സീഡ്ലെസ് ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ജ്യൂസൊക്കെ കഴിക്കാനായിട്ട്. ഞാൻ മിക്കവാറും ഓറഞ്ചിൻ്റെ ഓയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ സംഭവമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. നല്ല നീരുള്ള ഓറഞ്ചാണ്. അപ്പോൾ നമുക്കത് കുറച്ചെടുക്കാം. ഇക്കടെ അടുത്ത് വന്നിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. ഇക്കടെ പേര് ജാഫർ എന്നാണ്. അപ്പോൾ ഏതായാലും ഒന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ. അത് തന്നെ. അതെ. മധുരമുണ്ട്, കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് സീസൺ സ്റ്റാർട്ടിങ്. കണ്ണൂർ ചാനല് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞു. കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ട്. റംസാൻ മാസമൊക്കെ ആണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും നോമ്പ് തുറ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ അധികമായി തന്നെ കഴിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ സാധനങ്ങളൊക്കെ രാത്രി വന്നുകൊണ്ടിരിക്കുകയാണ്. 24 hours ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബൈയിൽ നിന്നുള്ള ചരക്കുകളെല്ലാം വരുന്നത് രാത്രി 10-12 മണിക്കൊക്കെ ശേഷമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയ ഒരു ഷോപ്പിങ്ങിൻ്റെ വ്ളോഗാണ് നിങ്ങളെ കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.